കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത് ചെമ്പന്നൂര് ഇപ്പോൾ 28-29 വാർഡായിട്ട് മാറിയിരിക്കുന്നത് പഴയ 28ാം വാർഡാണ്. ചെമ്പന്നൂർ സൗത്ത് പ്രദേശമാണ്. പുതിയ വാർഡായിട്ട് തിരിഞ്ഞപ്പോൾ അത് തെൽക്ക് ഭാഗവും അതുപോലെ തന്നെ ചെമ്പന്നൂർ സൗത്ത് ഭാഗവുമായിട്ട് തിരിഞ്ഞു. സ്വാഭാവികമായിട്ടും ആ വാർഡിലെ സിറ്റിംഗ് കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്കാണ് ഒരു പരിഗണന കിട്ടേണ്ടിയിരുന്നത്. അത് മറ്റുള്ള കൗൺസിലേഴ്സിന് എല്ലാവർക്കും ആ ഒരു പോസ്റ്റ് മറ്റുള്ള വാർഡുകളിൽ ലഭിച്ചെങ്കിലും എനിക്ക് മാത്രം അത് അവഗണിക്കപ്പെട്ടു. തന്നെയുമല്ല, കഴിഞ്ഞ ടൈമില് എന്റെ ഒപ്പം റിബല് നിന്ന സ്ഥാനാർത്ഥിയെയാണ് അവര് കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. അതൊട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. ഓൾറെഡി ആ വാർഡിൽ കൗൺസിലർ ഉണ്ട്, എന്തുകൊണ്ട് അവരെ പരിഗണിച്ചില്ല എന്നാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം എന്നോട് ചോദിക്കുന്നത്. എനിക്ക് അതിന് ഉത്തരമില്ല. നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒത്തൊരുമയോടുകൂടി ജനകീയമായി നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇനിയും തുടരേണ്ടതുണ്ട്. ചെമ്പന്നൂര് ഒരു മാറ്റം ആവശ്യമാണ്. ചെമ്പന്നൂര് ആ പ്രദേശത്തോട് തന്നെ കോൺഗ്രസ്സുകാരോട് ചെയ്തത് തികച്ചും ഈ തെരഞ്ഞെടുപ്പ് തികച്ചും ചെയ്തത് എന്താ പറയാ, സത്യസന്ധമായ ഒരു തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചെമ്പന്നൂര് വികസന പ്രവർത്തനങ്ങൾ വേണം. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒരു നല്ല മാറ്റം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ വീണ്ടും മത്സര രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ എന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നഗരസഭയോടൊപ്പം പാർട്ടിയോടൊപ്പം എല്ലാം വ്യക്തിപരമായിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നാടിന് വേണ്ടിയിട്ടും പാർട്ടിക്ക് വേണ്ടിയിട്ടും സജീവമായി പ്രവർത്തിച്ചിട്ട് എന്തുകൊണ്ട് എന്നെ അവഗണിച്ചു? സ്വതന്ത്രയായിട്ട് നിന്ന വ്യക്തിക്ക് സീറ്റ് നൽകിക്കൊണ്ട് എന്താണ് അതിന്റെ കാരണം? അത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. അപ്പൊ എനിക്ക് തുടർന്നും എന്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതിന് ഞാൻ മത്സര രംഗത്ത് വന്നേ തീരൂ. മത്സര രംഗത്ത് വന്ന് വിജയിക്കണം. നിലപാട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ മത്സരിക്കാൻ നിൽക്കുന്ന പ്രദേശത്ത് 6 പേരാണ് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. ഈ 6 പേരെയും വാർഡ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തില് MLA ഓഫീസിൽ വിളിക്കപ്പെട്ടു. അത് സ്ഥാനാർത്ഥി നിർണയം 21 വാർഡുകളിലെ കഴിഞ്ഞെങ്കിലും ബാക്കിയുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് എല്ലാവരുമായിട്ട് ഒന്ന് ഒത്തുകൂടണമെന്ന് പറഞ്ഞത്. ഓരോ വാർഡിൽ നിന്നും വാർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവരും അവിടെ വന്ന എല്ലാവരടക്കം പറഞ്ഞത് ഇതൊരു പ്രഹസനമാണ് എന്നാണ്. സ്ഥാനാർത്ഥിയെ ഓൾറെഡി അവർ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇത് ഞങ്ങളൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു പ്രഹസനമാണെന്നാണ് എല്ലാ വാർഡിൽ നിന്നും വന്ന എല്ലാ മത്സരാർത്ഥികളും പറഞ്ഞത്. അവർ ആൾക്കാരെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് ആക്ഷേപിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പാർട്ടി അറിയിക്കും എന്ന് പറഞ്ഞെങ്കിലും ആരെയും വിളിച്ചു പറഞ്ഞില്ല എന്നാണ്. ഞാൻ മറ്റു പലരെയും അന്വേഷിച്ചപ്പോ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞില്ല എന്ന് പറഞ്ഞേ. ഞാനൊക്കെ കണ്ടത് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് പോലും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല, ഇന്ന ആളാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തതെന്നൊന്നും. ഞാൻ പോസ്റ്ററുകൾ വന്നപ്പോഴാണ് ഇന്ന ആളാണ് നമ്മുടെ ചെമ്പന്നൂര് 29ാം വാർഡില് സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തേക്കെന്നുള്ളത് പോസ്റ്റർ കണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കത് വളരെയധികം വിഷമം തോന്നി. കാരണം റിബലായിട്ട് നിന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിന്ന വ്യക്തിയെ അല്ലാതെ വേറെ ആരെങ്കിലുമാണ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നില്ലായിരുന്നു. എല്ലാവരും എൻ്റെ ഒപ്പം നിന്ന എല്ലാവർക്കും ഈ ഒരു വിഷമം തന്നെയുണ്ട്. പക്ഷെ എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ ഇത്രയും സജീവമായിട്ട് ഈ രംഗത്തുണ്ടായിട്ട് എന്തുകൊണ്ട് എന്നെ തഴഞ്ഞു? എന്നോടൊപ്പം സിറ്റിംഗ് കൗൺസിലേഴ്സ് ആയിരുന്ന എല്ലാവർക്കും സ്വന്തം വാർഡല്ല കിട്ടിയേക്കുന്നത്. എല്ലാവർക്കും ഒരു പരിചയമില്ലാത്ത മറ്റു പല വാർഡുകൾ കൊടുത്തു. എനിക്കിത് ഉചിതമായ രീതിയിൽ എൻ്റെ പഴയ 28 പുതിയ 29 വന്നേക്കുന്നത്. നിലവിൽ അവിടുത്തെ കൗൺസിലറാണ് ഞാൻ. എനിക്ക് ആളുകളെ പരിചയപ്പെടുന്നതിനും ആളുകൾക്ക് എന്നെ പരിചയപ്പെടുന്നതിനും ഒട്ടും ഒരു പുതുമുഖമായിട്ട് എന്നെ സങ്കല്പിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ അവരിൽ ഒരാളാണ്. എന്തുകൊണ്ട് എനിക്ക് ആ നീതി നിഷേധിച്ചു? അത് ഇനി മേലിൽ ഇങ്ങനെ ഒരു ചതി ആരോടും ചെയ്യരുതെന്നാണ് എനിക്കോട് പറയാനുള്ളത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയാൻ ഒരു കൗൺസിലർ എന്ന നിലയ്ക്കും ഒരു ഭരണസമിതി അംഗമായതുകൊണ്ടും പാർട്ടി പ്രസ്ഥാനത്തിൽ നിന്നിട്ട് പോലും എന്തുകൊണ്ട് എന്നോടൊന്നൊരു തുറന്നു പറച്ചിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പൊ എനിക്കിത് എന്തായാലും എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയുടേതായ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ മത്സരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ പാർട്ടി, ഞാൻ വിശ്വസിച്ചിരുന്ന പാർട്ടിയിൽ നിന്നും ആരും എന്നെ വിളിക്കുകയോ എന്താണ് കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കണത്, ഷൈനി അത് ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും എന്നെ വിളിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. 14 ഞങ്ങളോട് ഇങ്ങനെ വാർഡിൽ നിന്നും
മത്സരിക്കാനുള്ള ആളുകളെയും കൊണ്ട് വരണമെന്ന് പറഞ്ഞത്. 14-ാം തീയതി കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടും നമുക്കൊരു റിപ്ലൈ ഇല്ല, ആരും നമ്മളെ വിളിച്ചിട്ടുമില്ല. ഇന്നലെ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരും എന്നെ വിളിച്ച് ചോദിക്കുന്നത്. അവരുടെ നോമിനേഷൻ എല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അതിൽ വിളിച്ചിട്ട് അർത്ഥമില്ലല്ലോ. നമ്മളെ തള്ളിക്കളഞ്ഞു പിന്നെ രണ്ടാമത് നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ.